MC റോഡിൽ കോട്ടയം SH മൗണ്ടിലെ കുഴി അടയ്ക്കുന്നതിനായി BJP നടത്തിയ സമരം ഫലം കണ്ടു. പൊതുമരാമത്ത് വകുപ്പ് ഇന്റർലോക്ക് കട്ടകൾ നിരത്തി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ്. മഴ മാറിയ ശേഷം പൂർണ്ണമായി റീടാറിംഗ് നടത്തുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ ഓടയിലേക്ക് സ്വകാര്യ ഹോട്ടലിൽ നിന്നും മലിനജലം ഒഴുക്കുന്നത് തടയാൻ നടപടിയായിട്ടില്ല. കോട്ടയം SH മൗണ്ടിൽ ചൂട്ടുവേലി ജംഗ്ഷന് സമീപമാണ് റോഡിലെ ടാറിംഗ് തകർന്ന് കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നത്. ഇവിടെ അപകടങ്ങളും പതിവായതോടെ BJP കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സമരം നടത്തിയിരുന്നു. റോഡിലെ കുഴിയിൽ വാഴ നടുകയും PWD ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമൊരുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിൽ ഇന്റർലോക്ക് കട്ടകൾ നിരത്തി റോഡിലെ കുഴികൾ താൽക്കാലികമായി മൂടി. മഴക്കാലത്തിന് ശേഷം ഇന്റർലോക്ക് കട്ടകൾ മാറ്റി ടാറിംഗ് നടത്തുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. റോഡിൽ കുഴി രൂപപ്പെട്ടത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളമൊഴുകിയത് മൂലമാണെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ മുൻപത്തെ വിലയിരുത്തൽ. ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റി പലതവണ ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ സമീപത്തെ ഹോട്ടലിൽ നിന്നും ഈ ഭാഗത്തെ ഓടയിലേക്ക് മലിനജലം ഒഴുക്കുന്നത് മൂലം റോഡിനടിയിലെ മണ്ണൊലിച്ചു പോയി കുഴി രൂപപ്പെടുകയായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി. ഹോട്ടലിന് നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകിയെങ്കിലും ഇപ്പോഴും മലിനജലം ഒഴുക്കുന്നതായാണ് പരാതി. ഹോട്ടലിന്റെ മാലിന്യ ടാങ്കിൽ നിന്നും ഓടയിലേക്കുള്ള കുഴൽ പോലും ഇനിയും നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. ഇതിൽ നഗരസഭ ഉദാസീനത കാട്ടുന്നതായാണ് ആരോപണം. എന്നാൽ തുടർന്നും ഹോട്ടലിൽ നിന്ന് ഓടയിലേക്ക് മാലിന്യം ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ഏതായാലും ഇന്റർലോക്ക് കട്ടകൾ നിരത്തി റോഡിലെ കുഴി താൽക്കാലികമായി മൂടിയതോടെ ഈ ഭാഗത്തെ ഗതാഗതക്കുരുക്കിനും തൽക്കാലം പരിഹാരമായി. അമൃത ന്യൂസ്, കോട്ടയം.